ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയോട് ബാലൻ വന്ന് പറയാനുണ്ട്, മോളെ എന്താവും നടപടി, എന്തെങ്കിലും പ്രശ്നമാവോ ഈ പേപ്പർ കണ്ടില്ലെങ്കിൽ? അപ്പോഴാണ് മീനാക്ഷി പറയുന്നത്, ചിലപ്പോൾ സസ്പെൻഷൻ പോലും ഉണ്ടാവും അച്ഛാന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറാണെങ്കിലും മുഖ്യമന്ത്രിയുടെ നമുക്ക് നേരിട്ട് പോയി കണ്ട് പറഞ്ഞാലോ ഇങ്ങനെ ഒരു പേപ്പർ മിസ്സായി പോയെന്ന്. അയ്യോ എൻ്റെ പൊന്നച്ഛ, അച്ഛൻ എന്തൊക്കെയായി പറയണേ? ഒന്നാമത് മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ, അത് അദ്ദേഹത്തോടു കൂടി ചെന്ന് എങ്ങനെയാണ് പറയുന്നത്? അതുമാത്രമല്ല, മുഖ്യമന്ത്രിയെ കാണാനൊക്കെ പറ്റുമോ? അതിനും പറ്റത്തില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുക? അപ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, എടി നിൻ്റെ ഓഫീസിൽ നിനക്ക് ശത്രുക്കളായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? മനഃപൂർവ്വം എടുത്ത് മാറ്റിയതോ അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല ആകാശേ, അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് ആരെയും അറിയില്ല. പിന്നെ ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. എന്നിട്ടുടനെ ആകാശ് പറയാ, ഓ പണ്ടാരോ അടങ്ങാൻ, ആ പേപ്പർ ആരാണോ എടുത്തത് അവൻ്റെ തലയിൽ എടുത്തി വീട്ടെ എന്ന് പറഞ്ഞ് പ്രാഗോട്ടോ ആകാശ്. അപ്പോൾ ഓടിപ്പോയി നമ്മൾ ബാലൻ പറയുന്നുണ്ട്, അയ്യോടാ പ്രാഗല്ലേ, നീ എന്തിനാ ഇങ്ങനെ പ്രാഗണേ? അതിനെന്താ അച്ഛാ, പേപ്പർ എടുത്തവനെ പ്രാഗണ്ടേ? എടാ ചിലപ്പോൾ മനഃപൂർവ്വം എടുത്തതായിരിക്കില്ല, ചിലപ്പോൾ അബദ്ധത്തിൽ പറ്റിപ്പോയതായിരിക്കാം. അതിന് അവരിങ്ങനെ പ്രാഗേണ്ട ആവശ്യമുണ്ടോ? അബദ്ധം പറ്റിയെങ്കിൽ താക്കീതല്ലേ കൊടുക്കേണ്ടേ? ഇപ്പം ആരാന്നറിയില്ലല്ലോ വെച്ചാൽ. ആരായാലും സാരയില്ല, ഇപ്പം നീ അതിനൊന്നും മുതിരേണ്ട ആവശ്യമില്ല. എന്തായാലും മോള് വിഷമിക്കാതെ നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഒക്കെ ശരിയാവും എന്ന് പറയുമ്പോൾ മീനാക്ഷി പെട്ടെന്ന് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് മനസ്സിലായി, അച്ഛൻ്റെ മനസ്സിൽ എൻ്റെ നല്ല വിഷമമുണ്ടല്ലേ എനിക്കിതിങ്ങനെ സംഭവിച്ചതിൽ, അതെനിക്ക് മനസ്സിലായി. അച്ഛനിപ്പോൾ എന്നോട് സ്നേഹവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ, അച്ഛൻ വിഷമിക്കാതെ എന്ന് പറയാട്ടോ. അപ്പോൾ ബാലനും പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും മോൾ, ഈ സീറ്റ്സൊക്കെ കഴിക്കുക, ഒരു കുഴപ്പവും വരില്ല, നാളെ ഓഫീസിലേക്ക് ചെല്ല്, ഒന്നും വരില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ വീണ്ടും ആകാശ് മീനാക്ഷി ചോദിക്കുന്നു, എന്നാൽ എന്തായാലും ഇതാരാവും ഇങ്ങനെ ചെയ്തത്? അച്ഛനാണെങ്കിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. അതെ, അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവണുണ്ട് എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് മിത്രയുടെ മുറിയിലേക്ക് നേരെ വരിക കേട്ടോ. മിത്രയോട് വന്നിട്ട് പറയുന്നുണ്ട്, എന്തായി ചേച്ചി പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ? ഒന്നും ആയില്ല മിത്രേ, എന്ത് ചെയ്യാനാ? ഇനി എവിടെ പോയി ഞാൻ എങ്ങനെ അന്വേഷിക്കാനാ? പിന്നെ അച്ഛനെ എൻ്റെ മുറിയിലേക്ക് വന്നിരുന്നു. ആണോ? അതെ, സാധാരണ അച്ഛൻ അങ്ങനെ മുറിയിലൊന്നും കയറി വരാറില്ലല്ലോ, ആദ്യമായിട്ടാണ് വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് കുറച്ച് സ്വീറ്റ്സും ഒക്കെ വാങ്ങിക്കൊണ്ട് തന്നു, ഒരു പേനയും എല്ലാം. അച്ഛന് നല്ല വിഷമമുണ്ട് കേട്ടോ ഞാൻ വിഷമിക്കുന്നതിൽ. അതാ ചില സമയം അങ്ങനെയാണ് അങ്കിള് എന്ന് മിത്ര പറയുമ്പോൾ മീനാക്ഷി വീണ്ടും പറയണം, അച്ഛൻ്റെ മനസ്സിൽ പരിക്കൻ സ്വഭാവവും ദേഷ്യക്കാരനും ഒക്കെ ആയിട്ടുള്ളൊരു അച്ഛനെയാണ് നമുക്ക് കൂടുതലും അറിയുന്നത്. പക്ഷേ അച്ഛൻ നമുക്ക് വിഷമായി എന്നറിഞ്ഞാൽ കൂടെ വിഷമിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ഇന്ന് പുതിയൊരു അച്ഛനെ തന്നെയാണ് ഞാൻ കണ്ടത്. അച്ഛനോടുള്ള എല്ലാ ദേഷ്യവും എനിക്ക് അലിഞ്ഞു പോയതുപോലെ തോന്നുന്നു. അത് ശരിയാ. പിന്നെ ശ്രീദേവി ചേച്ചിയും ഇപ്പോൾ ഭയങ്കര ഒരു ഈ ഒരു പേപ്പർ കാണാത്തതിൽ വല്ലാത്ത സങ്കടം കാണിക്കുന്നുണ്ടല്ലോ. അതെ, അതാ എനിക്ക് അതിശയം. ചേച്ചിക്ക് നല്ല വിഷമമുണ്ടല്ലേ? അതെ, പക്ഷേ മിത്ര പറയണം, ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും മുഖത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട്, കള്ളലക്ഷണം. ആണോ? അതെ, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പോരാഞ്ഞിട്ട് ഇന്നിപ്പോൾ വൈകിട്ടതിന് ശേഷം മുറി വിട്ട് ഇറങ്ങിയിട്ടേ ഇല്ല, തലവേദന എന്നും പറഞ്ഞ് കയറി കിടപ്പുണ്ട്. അതെയോ എന്നും പറഞ്ഞ് അവർ അങ്ങനെ പിരിഞ്ഞ് പോവാട്ടോ, നീ നിൻ്റെ ജോലിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കള്ള തലവേദന എടുത്ത് അകത്ത് കിടക്കുകയാണ്, പേടിച്ച് കിടക്കുകയാണ് കേട്ടോ. ആരെങ്കിലും വന്ന് ഈ പേപ്പർ ചോദിച്ചാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ തലവേദന അനുഭവിച്ച് കിടക്കുന്ന സമയത്ത് ഇവിടെ ആനന്ദ് അങ്ങോട്ട് വരികയാണ് കേട്ടോ. ആനന്ദ് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ അഭിനയമാണെന്നൊന്നും പറയണ്ട. അയ്യോ എനിക്കാണെങ്കിൽ ആനന്ദേട്ടാ ഭയങ്കരമായിട്ട് തലവേദനിക്കുന്ന. അയ്യോ എന്ത് പറ്റി? നീ എന്താ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ടെൻഷൻ വലിച്ച് കയറ്റിയോ? അതൊന്നുമല്ല, എന്തോ വല്ലാത്തൊരു തലവേദന, ഇവിടെ എല്ലാം കുത്തിപ്പിടിക്കുന്ന പോലെ. നോക്കട്ടെ എന്നും പറഞ്ഞ് എണീപ്പിച്ചിരുത്താണ്. ഞാനൊന്ന് തടവി തരാമെന്ന് പറയാം. അങ്ങനെ ആനന്ദ് നെറ്റിയുടെ രണ്ട് സൈഡിലും കൈ വെച്ച് തടവിയൊക്കെ കൊടുക്കുകയാണ്. ഇപ്പം എങ്ങനെയുണ്ട് ദേവി? ആശ്വാസമുണ്ട്. ആനന്ദേട്ടൻ്റെ കൈ തൊട്ടപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. ആണോ? അതെ ആണെന്ന് പറയാം. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് വിഷയം മാറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ദേവി. എന്നിട്ട് പറയാം, എനിക്ക് കുറച്ച് റിലാക്സ് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ആനന്ദേട്ടാ നമുക്ക് ഒന്ന് ദൂരോട്ട് എവിടെയെങ്കിലും ഹണിമൂണായിട്ട് പോയാലോ? ആണോ? നമുക്ക് പോവാം. ഞാൻ പറഞ്ഞിരുന്നു, നിനക്ക് വാക്ക് തന്നിരുന്നില്ലേ രാവിലെ നമ്മൾക്ക് പോവാട്ടോ. എന്തായാലും അച്ഛനോടൊന്ന് അനുവാദം ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവരുടെ കൂടെ പോവാം. എല്ലാവരും കൂടെ എന്താ ആനന്ദേട്ടാ? നമുക്ക് രണ്ടുപേർക്ക് മാത്രം മതി. അപ്പോൾ ആനന്ദിൻ്റെ മുഖം അങ്ങ് വാടുകയാണ്. എന്നാലും ദേവിക്ക് വേണ്ടി പറയുന്നുണ്ട്, ശരി നമുക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ അങ്ങനെ പോവാം ദേവി. എന്തായാലും അച്ഛനോടൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് ആനന്ദിൻ്റെ മനസ്സങ്ങ് മാറ്റിയെടുത്തതിന് ശേഷം പെട്ടെന്ന് ചോദിക്കാം, അതെ പിന്നൊരു കാര്യം, ഇവിടെ മീനാക്ഷിയുടെ എന്തോ ഒരു പേപ്പർ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അത് എന്തായി?
കിട്ടിയില്ലെന്നാ പറയണ. ഓ എനിക്കതൊക്കെ ഓർക്കുമ്പോഴാണ് ടെൻഷൻ. എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? അതല്ല ആനന്ദേട്ട, ഇനിയിപ്പോൾ ആ പേപ്പർ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റമെല്ലാം കൂടെ എൻ്റെ തലയിൽ കൊണ്ട് ഇട്ടേരോ എന്തോ. അതെന്തിനാ നിൻ്റെ തലയിൽ കൊണ്ടിടുന്നത്? നീ അതെടുത്തില്ലല്ലോ, പിന്നെ എന്തിനാ? അങ്ങനെയല്ല, പൊതുവേ അങ്ങനെയാണല്ലോ, എന്ത് വന്നാലും അവസാനം ഞാൻ തന്നെ തെറ്റുകാരിയാവുന്നത്. ഏയ് അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. പക്ഷേ ആനന്ദേട്ട ഒരു കാര്യമുണ്ട്, എന്ത് തന്നെ വന്നാലും ആനന്ദേട്ട എൻ്റെ ഒപ്പം നിൽക്കുമോ? പിന്നെ അത് അത്രയല്ലേ ഉള്ളൂ, നിൻ്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും. ഓ സമാധാനേ. പിന്നെ അതുപോലെ ഹണിമൂണിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഏയ് ഞാൻ മറക്കില്ല ദേവി, നീ റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞിട്ട് ദേവി അവിടെ കിടത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാട്ടോ. അങ്ങനെ ആകാശും ആനന്ദും ആര്യനും ധർമ്മനും എല്ലാവരും കൂടെ മുറ്റത്ത് നിന്നിട്ട് ആലോചിക്കുന്നുണ്ട് ഈ ഒരു ഹണിമൂണിൻ്റെ കാര്യം. അപ്പോൾ അവരോടൊക്കെ ആനന്ദ് പറയാ, എല്ലാം മറന്നിരുന്നതാ, ഈ ദേവി വീണ്ടും വീണ്ടും എടുത്തിടുവാണ്. അതിനിപ്പോൾ എന്താ ഏട്ടാ, ഹണിമൂണിന് പോകണമെന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ? ശ്രീദേവി ചേച്ചിയുടെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് പറയാ ആരാ നമ്മുടെ ആര്യൻ. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, അല്ലെങ്കിലും ഏട്ടാ ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സാധിക്കുന്നത് വരെ, മരിക്കുന്നത് വരെ അത് സാധിച്ചില്ലെങ്കിലും സാധിച്ചാൽ അവരത് ഓർത്തിരിക്കും. അതുകൊണ്ട് ഇത് ചെയ്ത് കൊടുത്തേ പറ്റൂ. അപ്പോൾ ധർമ്മൻ പറയാം, അതെ അതെ, പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം ഇവിടെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആകാശിന് തന്നെയാണ്. അവനല്ലേ ആദ്യം പെണ്ണ് കെട്ടിയത്, നമ്മളെക്കാളും നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ഉടനെ ആരും ചോദിക്കുക, അതെന്താ അങ്ങനെ നമ്മളെക്കാളും? ആകാശേട്ടൻ ആദ്യം വിവാഹം കഴിഞ്ഞു, അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞ് ഞാനും ആനന്ദേട്ടനും വിവാഹം കഴിഞ്ഞു. ധർമ്മൻ മാമ എവിടെയാ വിവാഹം കഴിഞ്ഞ്, പിന്നെ എന്തിനാ നമ്മളെല്ലാവരും കൂടെ എന്ന് പറയണേ എന്ന് പറഞ്ഞ് ധർമ്മനെ എടുത്തിട്ട് ആക്കി വിടുക കേട്ടോ എല്ലാവരും കൂടെ. എന്നാലും ആകാശ ധർമ്മനൊരു സഹായമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആര്യൻ വീണ്ടും വീണ്ടും പറയണം, എന്തായാലും അച്ഛനോട് ഈ കാര്യം സംസാരിച്ചിട്ട് എത്രയും വേഗം ഇത് ശരിയാക്കി എടുക്കണം ഏട്ടാന്ന് പറയാം. എടാ നീ പറയും പോലെയല്ല, ആ കല്യാണ സമയത്തായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കല്യാണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടുമായിരുന്നു. പിന്നെ അച്ഛനെ സോപ്പിട്ട് അന്ന് ആ രീതിയിൽ കല്യാണം ആ ഒരു ടൈമിൽ ഹണിമൂണെന്ന് പറഞ്ഞ് അന്ന് ആ യാത്ര മുടങ്ങാതിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഇത്രയും ദിവസമായി സ്ഥിതിക്ക് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടാൻ പാടാം, വല്ലാത്ത ബുദ്ധിമുട്ടാവും. പിന്നെ രണ്ടാമത് അച്ഛൻ്റെ സമ്മതം, അച്ഛൻ്റെ മൂഡ് എങ്ങനെയാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അച്ഛൻ്റെ സമ്മതം ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുമോ? എനിക്കെങ്ങും വയ്യ പോയി ചോദിക്കാൻ എന്ന് ആനന്ദ് പറയുമ്പോൾ ആര്യന് ദേഷ്യം വരിക കേട്ടോ. ആനന്ദ് പറയാം, ഏട്ടൻ അവിടെ നിന്ന് നിന്ന്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഏട്ടൻ്റെ ഭാര്യയാണ് ശ്രീദേവി ചേച്ചി. ശ്രീദേവി ചേച്ചി ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ശ്രീദേവി ചേച്ചിക്കും ഉണ്ടാവും ഓരോ ഉത്തരവാദിത്തങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. അതൊക്കെ സാധിച്ചു കൊടുക്കേണ്ട കടമ ഏട്ടനുള്ളതാണ്. ഇതിപ്പോൾ ചേച്ചി പറഞ്ഞത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ, ഹണിമൂണിന് പോകണമെന്നുള്ളത്. അപ്പോൾ പിന്നെ അത് പോകണം, എങ്ങനെയെങ്കിലും അച്ഛനോട് സംസാരിക്കണം. അച്ഛൻ സംസാരിച്ച് ശരിയാക്കിയാലും ഇല്ലെങ്കിലും ആനന്ദേട്ടൻ ഏട്ടത്തെയും കൊണ്ട് പോയേ പറ്റത്തുള്ളൂ. അയ്യോ നീ എന്തൊക്കെയാണ് പറയണേ, എനിക്കതൊന്നും പറ്റില്ല, അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോവില്ല. ഇല്ല പോകണം, ഏട്ടൻ പോയേ പറ്റൂ, അച്ഛൻ സമ്മതിക്കും, ഇതെന്തായാലും അച്ഛനോട് സംസാരിച്ചേ പറ്റുള്ളൂ. ഏട്ടൻ അങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യം എന്താ, ഏട്ടൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ശരിയടാ ഞാൻ എന്തായാലും സംസാരിക്കാം എന്ന് പറഞ്ഞ് ആനന്ദ് പോവാട്ടോ. അപ്പുറത്ത് കൃഷ്ണമംഗലത്താണെങ്കിൽ നമ്മുടെ ശിവാനന്ദൻ മുതലാളിയുടെ മകളെ ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ ആലോകിന് വേണ്ടിയിട്ട്. അങ്ങനെ ആലോക് രാവിലെ പെണ്ണ് കാണാൻ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുക. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ആലോകും അച്യുതനും അനന്തനും അമ്മയും രാജശ്രീയും വന്ദിതയും ഒക്കെ ഉണ്ട്. എല്ലാവരും പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോകുന്ന സമയത്ത് എന്നാൽ പിന്നെ ഇറങ്ങിയാലോ, അപ്പോഴാണ് നന്ദിത ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വരുന്നത് കേട്ടോ. വന്നുടനെ തന്നെ നമ്മുടെ രാജശ്രീ ചില കാര്യങ്ങളും കണ്ടുപിടിക്കുക. എന്താ എടുത്ത് ഇത്, നമ്മളൊരു കല്യാണം പെണ്ണ് കാണാനായിട്ട് പോവുമല്ലേ, ഇവൻ്റെ ആവശ്യത്തിന് പോവില്ലേ, ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒന്നോ രണ്ടോ മാല ഇട്ടുകൊണ്ടാണോ, ബാക്കി മുത്തുമാലയും മറ്റുള്ള സ്വർണ്ണമാലയൊക്കെ എന്തിയേ, അത് മുല്ലമൊട്ട് മാലയൊക്കെ ഉണ്ടല്ലോ അതെന്തിയേ? അത് പെട്ടെന്ന് നന്ദിത പേടിച്ച് പോവാട്ടോ. എന്താ പറയുക, അത് ഇപ്പം വേണ്ട, എല്ലാം അവരും കൂടെ വാരിയിട്ടല്ലേ, അത് ബോറാവും, നമുക്ക് ഇത്രയും മതി. അതെങ്ങനെ, അത് ശരിയാവത്തില്ല. ഉടനെ ആനന്ദനും പറയുന്നുണ്ട്, എന്താ നന്ദിത ഇവിടെ അടുത്ത് പോകുമ്പോൾ അത് നല്ലൊരു കാര്യത്തിന് എല്ലാ ആഭരണങ്ങളും ഇട്ടിട്ട് വാന്ന് പറയുമ്പോൾ നന്ദിത പെട്ടുപോയി. അങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് തന്നെ നന്ദിത പറയാനുണ്ട്, അതെ പിന്നെ അതെ ഞാൻ കഴിഞ്ഞ മാസം ലോക്കറിൽ വെച്ചിരുന്നില്ലേ ആഭരണം, ഇപ്പം എൻ്റെ കയ്യിലില്ല. ആണോ, ലോക്കറിൽ നീ വെച്ച കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അനന്തം പറയുമ്പോൾ പെട്ടെന്ന് നന്ദിത പറയാണ്, അല്ല ഞാൻ പറഞ്ഞിരുന്നു, അനന്തേട്ടന് മറന്നു പോയതായിരിക്കും, എന്തായാലും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല, പിന്നീട് നമുക്ക് ഇനിയും ആവശ്യങ്ങളുണ്ടല്ലോ അന്നേരം ഇടാം എന്ന് പറയാം. പക്ഷേ ഈ ആഭരണങ്ങളെല്ലാം അപ്പുറത്ത് മിത്രയ്ക്ക് കൊടുത്തു എന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ, അമ്മയ്ക്ക് മാത്രമല്ലേ അറിയൂ, ഇവർ രഹസ്യമായിട്ടാണല്ലോ കൊടുത്തത്. അങ്ങനെ എല്ലാവരുടെ മുഖത്തും ഒരു സംശയം പോലെ തോന്നുകയാണ്. അങ്ങനെ പേടിച്ച് കുറച്ച് നിൽക്കുകയാണ് കേട്ടോ നന്ദിത. എന്നിട്ട് അച്യുതൻ പറയാം, ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ ആഭരണം ഇട്ടില്ലെങ്കിൽ വേണ്ട, ഉള്ളത് ഇട്ടിട്ടുണ്ടല്ലോ അത് മതി, നമുക്ക് പോവാൻ നോക്കാം, സമയമാവണോ എന്ന് പറയുമ്പോൾ വരൂ എല്ലാവരും പോവാം എന്ന് അച്യുതൻ പറയുമ്പോൾ അനന്തം വീണ്ടും പറയാം, നന്ദിതേ നീ ആഭരണം ലോക്കറി വെച്ചു എന്നുള്ള കാര്യമൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ല, അതെനിക്ക്
ഉറപ്പാണ്. പിന്നെ എന്തായാലും ശരി, വച്ചാലും വച്ചില്ലെങ്കിലും അടുത്ത 2 മാസത്തിനകം നീ അതങ്ങ് പോയി എടുത്തേക്കണം കേട്ടല്ലോ. ആ ശരി അനന്തേട്ടാ, എന്തായാലും ഞാൻ അനന്തേട്ടനോട് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല എന്നും പറഞ്ഞവരെ ഇറങ്ങാം. എന്നിട്ട് രാജശ്രീ വീണ്ടും പറയാനുണ്ട്, ഇത്ര പെട്ടെന്ന് എങ്ങനെയാ? ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ ആഭരണങ്ങളൊന്നും ഇപ്പം ഇടണ്ട, ബോറാവും എന്നല്ലേ പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് എങ്ങനെയാ ലോക്കറി വെച്ച കാര്യം ഓർമ്മ വന്നത്? അതൊക്കെ അതിപ്പോൾ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് എന്ന് പറഞ്ഞ് വല്ല ഇതിന് തടിത്തപ്പുണ്ട് കേട്ടോ നന്ദിത. അങ്ങനെ അമ്മയെ നോക്കിയിട്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാം, വാ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പ്രശ്നമാക്കണ്ട, ഇവിടെ കൂടെ അങ്ങ് പോയേക്കാം എന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് പോവാട്ടോ അവർ പെണ്ണ് കാണാനായിട്ട്. അങ്ങനെ ബാലൻ രാവിലെ കടയിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര വിഷമത്തിലും ഡൈനിങ് ഹാളിൽ വന്നിരിക്കുകയാണ്. ആകെ ടെൻഷൻ. അപ്പോഴാണ് ദേവി അങ്ങോട്ട് വന്നിട്ട്, ബാലച്ച എന്താ ഇവിടെ ഇരിക്കുന്നത്? അല്ല മോളെ, ഇന്നിപ്പോൾ മീനാക്ഷി വളരെ വിഷമിച്ചാണ് പോയത്. അത് അച്ഛൻ്റെ തോന്നല. മീനാക്ഷി നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. ആര്? മീനാക്ഷിയോ എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തോ. അയ്യോ പതുക്കെ പറ, അമ്മ അകത്തുണ്ട്. മീനാക്ഷി അങ്ങനെ വിഷമത്തിൽ തന്നെയാണ് പോയത്, അങ്ങനെ സന്തോഷത്തിലല്ല. അവളെ എനിക്കറിയാം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഈ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഓരോ ഫയൽ കണ്ടില്ലെന്നും പറഞ്ഞതൊന്നും വലിയ പ്രശ്നമല്ല. നമ്മൾ തന്നെ ഓരോ ആവശ്യത്തിന് ചെന്ന് കയറുമ്പോൾ അവരെന്താ പറയുക, ഫയൽ കാണാനില്ല, അത് കാണാനില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വാ എന്നൊക്കെയല്ലേ പറയുന്നത്. സർക്കാർ കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കും. ഇങ്ങനെയാണല്ലോ ഒരു ചൊല്ല്. അത് അതിൻ്റെ പഠിക്കങ്ങ് നടന്നോളൂ. മീനാക്ഷിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഇല്ല മോളെ, ഞാൻ കാരണം മീനാക്ഷിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ മക്കളിൽ ആർക്ക് വിഷമം വന്നാലും അതെനിക്ക് താങ്ങാനാവില്ല, എനിക്ക് പ്രയാസമാവും എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീദേവി എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനൊരു കാര്യം ചെയ്യ്, ടെൻഷൻ ആവണ്ട, ഇതെല്ലാം ശരിയാവും, എന്തായാലും ആരോടും ഒന്നും പറഞ്ഞേക്കില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങ് ടെൻഷനാട്ടോ. എന്നിട്ട് ബാലൻ പോവാണ് കടയിലേക്ക്. അപ്പോൾ പറയാം, പോണ വഴിക്ക് അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ കയറി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. എന്താ? അല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, അച്ഛനും കൂടെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ഒന്നും വരല്ലേന്ന്. ശരി എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ നേരെ പോവാട്ടോ. അങ്ങനെ ഓഫീസിലെത്തിയ മീനാക്ഷി ടെൻഷൻ. അങ്ങനെ വീണ മേഡം പറയുന്നുണ്ടാവും, മീനാക്ഷി ആകെ എല്ലാം കൈവിട്ട് പോയി, നടപടി ഉടനെ ഉണ്ടാവും, 3 ദിവസത്തിനകം മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഈ ഫയൽ എത്തണം. എന്തായാലും മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ തന്നെ ഒറിജിനൽ തന്നെ വേണം, ഡിജിറ്റൽ കോപ്പിയോ പേപ്പറോ ഒന്നും വച്ചിട്ട് ഒരു കാര്യമില്ലെന്നാണ് പറയണത്. അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് അവിടുത്തെ പ്യൂൺ മാറി നിൽപ്പുണ്ട് കേട്ടോ. അതെല്ലാം അലോകിൻ്റെ സപ്പോർട്ടാണല്ലോ അയാൾ. എല്ലാം മനസ്സിലാക്കി മാറുന്ന തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇവർ കാണുന്നുമില്ല. വീണ മാഡം പറയുന്നുണ്ട്, എൻ്റെ മീനാക്ഷി, എനിക്കിതിൽ ഇനി ഒന്നും ചെയ്യാനാവില്ല, എന്തായാലും 3 ദിവസത്തെ സമയം മാത്രമേ ഉള്ളൂ, ഇതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും പേപ്പർ കണ്ടുപിടിച്ചില്ലെങ്കിൽ ജോലി സസ്പെൻഷനായിട്ട് വരും, 6 മാസം വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, എന്നാലും മോളൊന്നുകൂടെ ആലോചിച്ച് നോക്ക്, ബസ് സ്റ്റാൻഡിലോ അവിടെ എവിടെയെങ്കിലും വെച്ച് നീ ഫയൽ തുറന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി, ഇല്ല എനിക്ക് അറിയില്ല മാഡം, എനിക്കൊന്നും അറിയില്ല എന്താ സംഭവിക്കുകയെന്ന് എന്നും പറഞ്ഞ് കരച്ചിൽ മാത്രമാണ് കേട്ടോ. എവിടെ പോയെന്ന് ഒരു പിടിയില്ലല്ലോ. അവസാനം മാഡം ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുക. ഇതെല്ലാം കണ്ടും കേട്ടും ആ പിയൂണ് ആരോടോ പറഞ്ഞു കൊടുക്കണമെന്നുള്ള രീതിയിൽ അങ്ങ് ഭയങ്കര വാശിയിൽ അങ്ങോട്ട് പോവുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലൻ കടയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. രാവിലെ കടയിൽ വന്നിരുന്നിട്ടും പതിവ് പോലെ തന്നെ ഒരു ശ്രദ്ധയില്ല. ടെൻഷനായിട്ടിരിക്കുന്നു. സാധനം വാങ്ങിയ പൈസ കൊടുക്കാനായിട്ട് കസ്റ്റമർ വന്ന് കുറേ തവണ ബാലേട്ട എന്ന് വിളിക്കണമെങ്കിലും അനക്കയില്ല, മിണ്ടാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, എന്താ ബാല നീ ആലോചിച്ചിരിക്കണേ? അപ്പോൾ കസ്റ്റമർ തന്നെ പറയുന്നുണ്ട്, രാമേട്ടൻ ഏതോ ലോകത്ത് ആലോചിച്ചിരിക്കുക, പൈസ വാങ്ങിച്ചിട്ട് ബാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ പൈസ വാങ്ങി ബാലൻസ് കൊടുക്കുക. അപ്പോൾ ചോദിക്കുക, നിനക്ക് എന്താ പറ്റിയേ, എന്തെങ്കിലും വിഷമമുണ്ടോ? വീട്ടിൽ പോയിട്ട് വന്ന സമയം പോലും നീ ഇങ്ങനെയാണല്ലോ, വീട്ടിൽ ഗോമതിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ നീ? ഒന്നുമില്ല രാമേട്ട, ഒരു പ്രശ്നവും ഇല്ല. അപ്പോഴാണ് ഓടി വന്നിട്ട് ധർമ്മം ചോദിക്കുക, എന്താ ലോഡിൻ്റെ കാര്യമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലോഡ് വരാൻ താമസിക്കുമോ? എന്താണ് അളിയാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം തുറന്ന് പറയുക. എടാ ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് പെട്ടെന്ന് രാമേട്ടനോട് പറയുന്നുണ്ട്, നമ്മുടെ ബാലൻ ചോദിക്കുകയാണ്, രാമേട്ട ഈ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താവും നടപടി എടുക്കുക? എന്ത് പ്രശ്നം? അല്ല, എന്തെങ്കിലും പേപ്പറോ ഫയലോ കാണാതെ പോയാൽ എന്താവും പ്രശ്നം ഉണ്ടാവുക? എന്താവും നടപടി എടുക്കുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാമേട്ടൻ നോക്കി നിൽക്കേണ്ട എപ്പിസോഡ് തരുന്നത്. പുതിയ എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.